സാംസങ് ആണോ ഐഫോൺ ആണോ? മെസ്സി ആണോ റൊണാൾഡോ ആണോ? ഇനി അതല്ല മമ്മൂട്ടിയാണോ മോഹൻലാലാണോ? ഇതിലേതാണ് ബെറ്റർ എന്നുള്ള ഡാറ്റ ചിലപ്പോൾ എൻ്റെത്തോ നിങ്ങളത്തോ ഉണ്ടാവില്ല, പക്ഷേ ഗൂഗിളിൻ്റെ അടുത്തുണ്ട്. വെൽക്കം ടു ഡേ 16 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. ഗൂഗിൾ ട്രെൻഡ്സ് ആണ് അപ്പോൾ നമ്മളിതിനെ യൂസ് ചെയ്യാൻ പോകുന്ന ടൂള് വരുന്നത്. ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഗൂഗിൾ ട്രെൻഡ്സ് സെർച്ച് ചെയ്യുക. ഈ കാണുന്നതാണ് ഗൂഗിൾ ട്രെൻഡ്സിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി ഡാഷ്ബോർഡിലേക്ക് എത്തുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ ഓൾറെഡി ഇതിൽ കാണിച്ചു തരുന്നുണ്ടാവും. എക്സ്പ്ലോർ വാട്ട് ഇന്ത്യ ഈസ് സെർച്ചിങ് ഫോർ റൈറ്റ് നൗ എന്ന് പറഞ്ഞുള്ള കുറേ ടോപ്പിക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ട്രെൻഡിങ് എന്നുള്ള ഇവിടെ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തരുന്നുണ്ടാവും. നിങ്ങളൊരു ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്ററായിട്ടൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി നടക്കുന്ന അല്ലെങ്കിൽ റീജിയണലി നടക്കുന്ന ട്രെൻഡ്സ് ഈ ഒരു ഹോം പേജിൽ നിന്ന് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ട്രെൻഡുകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഗൂഗിൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഞാൻ iOS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടും മറ്റ് കുറേ ഓപ്ഷൻസ് വരും. ഈ ഒരു കേസിൽ നമ്മൾ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുകയാണ്. അതിൻ്റെ സൈഡിലായിട്ടുള്ള പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ആരുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ആൻഡ്രോയിഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കാണിക്കുന്നുണ്ട്. രണ്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓവർ ടൈമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആണ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ. പാസ്റ്റ് ഇയർ, അതായത് കഴിഞ്ഞ വർഷം ഗൂഗിൾ വെബ് സെർച്ചിൽ വന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ കാണുന്ന റെഡ് ആൻഡ്രോയിഡ് ആണ്, നമുക്ക് ബ്ലൂ കാണുന്നത് iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വന്ന സെർച്ചാണ്. ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഏതാണോ സ്പെസിഫിക് ലൊക്കേഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ സ്പെസിഫിക് കൺട്രി എടുക്കേണ്ടത് ഇവിടുന്ന് എടുക്കാം. വേൾഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് കൊടുക്കാം. പാസ്റ്റ് ഇയർ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് പാസ്റ്റ് അവർ, പാസ്റ്റ് 4 hours, പാസ്റ്റ് 24 hours എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഞാനൊരു പാസ്റ്റ് മന്ത് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേൾഡ് വൈഡ് കഴിഞ്ഞ മാസം വെബ് സെർച്ചുകളിൽ ത്രൂ മാത്രം വന്നിട്ടുള്ള iOSൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ഒരു ഇൻട്രസ്റ്റ് ലെവൽ നമുക്ക് കാണാൻ പറ്റും. അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലായിട്ട് രണ്ടിൻ്റെയും iOSൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ടോപ്പായിട്ടുള്ള സെർച്ചുകൾ എന്തൊക്കെ വന്നു എന്നുള്ളതും അതിലെത്രത്തോളം ഗ്രോത്ത് അഥവാ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതും കാണാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ പാസ്റ്റ് മന്ത് ഐഫോണിൻ്റെ ടോപ്പ് സെർച്ചസ് ഒന്ന് iOS 26, ഐഫോൺ, ആപ്പിൾ എന്നൊക്കെ ഉള്ളതാണ്. ഇതിൽ ചേഞ്ച് നമുക്ക് കാണാം. ചിലത് അടിക്ക് ഗ്രോത്ത് -6% ഉണ്ട്, ചില ചേഞ്ച് മുകളിലോട്ട് ഗ്രോത്ത് +10% ഉണ്ട്. ഇനി ഞാനിത് ഇവിടുന്ന് ആൻഡ്രോയിഡ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന് ലാസ്റ്റ് മന്ത് വന്നുള്ള സെർച്ചും അതിലുള്ള ചേഞ്ചും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെയാണ് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത്? ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഗൂഗിൾ ട്രെൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രെൻഡുകൾ അനലൈസ് ചെയ്യുന്നതും രണ്ട് ടോപ്പിക്സ് കമ്പയർ ചെയ്യുന്നതും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന മെറ്റയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഫ്രീ ടൂളാണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കണ്ടത് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫ്രീ ടു യൂസ് ടൂളാണ്. ഇതുപോലെ ഇഷ്ടം പോലെ ടൂൾസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഈസി ടു ലേൺ ആയിട്ടുള്ള ഫ്രീ ടു യൂസ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന സെഷനുകളിൽ നമ്മൾ മറ്റ് ടൂൾസും പരിചയപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതുമായിരിക്കും. ടിൽ ദെൻ ഫോളോ us for more.